നാം ഈ ഒരുമിച്ച് കൂടിയത് പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിലാണ്. തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ ആസാറുകൾ, ആ മജ്ലിസിലാണ് ഞാനൊക്കെ നിങ്ങളൊക്കെ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ തങ്ങളെ കൊണ്ട്, തങ്ങളെ ആസാറുകളെ കൊണ്ട് സന്തോഷിക്കണം എന്നുള്ളത് ഖുർആനാണ്. ഖുർആനാണ് വളരെ വ്യക്തമായി പറഞ്ഞത്, ഫബിദാലിക ഫൽയഫ്റഹു, ഇതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ആ തങ്ങൾ ജനിച്ച മാസത്തില് ഇൻഷാ അല്ലാഹ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൗലിദ് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ മജ്ലിസ് എല്ലാ വർഷവും മഹാന്മാരെ കൊണ്ട് ധന്യമായ മജ്ലിസാണ്. ഹബീബായ തങ്ങളുടെ ആധാറുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ധന്യമായ മജ്ലിസാണ്. അല്ലാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. ഇത് കാരണമായി നമ്മുടെ ഖൽബ് അത് മഅരിഫത്താകുന്ന നൂറ്, ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് കൊണ്ട് അല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന എല്ലാ ആണ് പെണ്ണ്, ചെറുത് വലുത്, വിവിധ ദൂര ദിക്കുകളിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തിയവർ, റബ്ബേ അവർക്കൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പുന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ളയിലും മനാമിലും ധാരാളം പ്രാവശ്യം കാണിക്കണേ അല്ലാഹ്. ആ മുത്തിന്റെ പൂമുഖം കാണിക്കാതെ നീ ഞങ്ങളെ റൂഹ് പിടിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ്, കിബർ, ഹസദ്, റിയാ, മോശമായ ചിന്തകളിൽ നിന്ന് ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയവരുടെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ നീ ശിഫയാക്കണേ അല്ലാഹ്. ഇവിടെ തന്നെ ക്യാൻസറായിട്ട് വന്നിട്ട് ഒരുപാട് ഉമ്മമാർ ഇരിക്കുന്നുണ്ട്. റബ്ബേ നീ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ബ്ലഡില് ക്യാൻസർ, ട്യൂമറായിട്ട് നടക്കാൻ കഴിയാത്തവർ, കണ്ണിന് കാഴ്ചയില്ലാത്ത ചെറിയ പിഞ്ചു കുഞ്ഞു മക്കളെ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കരഞ്ഞ ഉമ്മമാർ നീ ശിഫ നൽകണേ അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആലിമീങ്ങൾ, ഉസ്താദുമാർ, ശൈഖുന സുൽത്താൻ ഉലമ, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ശൈഖുന കോട്ടൂർ ഉസ്താദ് നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. സുലൈമാൻ ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ ഈ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. വഴുകാതെ ഞങ്ങൾക്ക് മദീനയിലെത്താൻ ഭാഗ്യം തരണേ അല്ലാഹ്. ശഫാഅത്ത് കിട്ടുന്ന സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉപ്പാപ്പമാർ, പ്രത്യേകിച്ച് കുഞ്ഞിക്കോയ ഉപ്പാപ്പ, ഞങ്ങളുടെ ഉപ്പാപ്പ റമദാൻ 22 ഈ റബീഉൽ അവ്വൽ 22-നാണ് വഫാത്തായത്. നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ബീബിമാർ, ഉമ്മമാർ, അതുപോലെ ഞങ്ങളുടെ 2 വലിയപ്പമാർ, അതുപോലെ ഉമ്മാമമാർ, ധാരാളം ബീബിമാർ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. സാദിഖ് ഫാദിലി ഉസ്താദ് ഇന്നലെ ഒമാനിലായിരുന്നു, ഇല്ലേ? ഒമാനിലായിരുന്നു. ഇന്ന് ഇവിടെ എത്തി. ഇൻഷാ അല്ലാഹ് കുമ്പൂൽ തങ്ങൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഏതാനും സമയങ്ങൾക്ക് എത്തും. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട UT ഖാദർ സാഹിബ് എന്നോട് ഫോൺ വിളിച്ചു പറഞ്ഞു, തങ്ങളെ ക്ഷമിക്കണം, 6 മണിയാകുമെങ്കിൽ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞാൻ പോകും. ഞാൻ പറഞ്ഞു ആ സമയത്ത് പരിപാടി കഴിഞ്ഞു പോകും, അതുകൊണ്ട് എങ്കിലും ഞാൻ വന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA-മാർ ഒരു മന്ത്രിയുടെ ഒരു പരിപാടിയിൽ നമ്മുടെ ജില്ലയിൽ നടക്കുന്നത് കൊണ്ട് അവിടെയാണുള്ളത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. നമ്മുടെ തങ്ങൾ ദ്വാരക്കാണ് ഇൻഷാ അല്ലാഹ്.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت هيلتنا أدركنا يا رسول الله صلى الله عليه وسلم يا الله يا الله يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا حي يا الله يا قيوم يا الله يا ذا الجلال والإكرام يا الله أرحم الراحمين يا الله الملك الجبار يا الله സാധുക്കളായ പാപികളായ ആഖിറുസ്സമാനിലെ ചണ്ഡികളായ ചവറുകളായ ഞങ്ങൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അതിമഹത്തായ മുസ്തഫായ തങ്ങളെ ഷഅർ മുബാറക്കുള്ള ഈ മജ്ലിസിൽ അല്ലാഹ് ഞങ്ങൾ ഒരുമിച്ച് കൂടി അവിടുത്തെ മദ്ഹുകൾ മൗലിദുകൾ പാരായണം ചെയ്തു. റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മുസ്തഫായ തങ്ങളെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, നളറത്ത് നൽകണേ അല്ലാഹ്, ഇഖ്ബാൽ നൽകണേ അല്ലാഹ്. അവിടുന്ന് പൊരുത്തപ്പെട്ട അടിയാറുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മറ്റുള്ള സർവ്വ അംബിയ മുർസലീങ്ങൾ ഔലിയാക്കന്മാർ സദാത്തീങ്ങൾ ഉലമാക്കൾ ആരിഫീങ്ങൾ അജിദാദീങ്ങൾ ജദ്ദാത്തീങ്ങൾ ഹദറാത്തുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരെ അർവാഹുകൾ സമ്മേളിക്കുന്ന മജ്ലിസാക്കണേ അല്ലാഹ്. റബ്ബേ ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകളും കുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങൾക്ക് നീ ബലാഉകൾ നൽകല്ല അല്ലാഹ്, മുസീബാത്തുകൾ നൽകല്ല അല്ലാഹ്, ഫിത്നയിൽ അകപ്പെടുത്തല്ല അല്ലാഹ്, പ്രകൃതി ദുരന്തങ്ങളിൽ പെടുത്തല്ല അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് നീ സലാമത്തിലാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ പെട്ട് കാഷ്ടിച്ചതും മൂത്രിച്ചതും മറ്റുള്ളവരെ എടുത്തുകൊണ്ടുപോയി വൃത്തിയാക്കേണ്ടി വരുന്ന രോഗശയ്യയിൽ ഒരൊറ്റ സെക്കൻഡ് പോലും ഈ മജ്ലിസിൽ പങ്കെടുത്ത ആണും പെണ്ണുമായ ഒരൊറ്റ കുട്ടിയെയും നീ കടത്തല്ല അല്ലാഹ്. റബ്ബേ ഞങ്ങളെ മരണം നീ നടുറോട്ടിൽ വെച്ചാക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റൽ ICUയിൽ വെച്ചാക്കല്ല അല്ലാഹ്, വെന്റിലേറ്ററിൽ വെച്ചാക്കല്ല അല്ലാഹ്, ആരോരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാഹ്. റബ്ബേ മാരകമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പല ആളുകളുണ്ട്. അഭിവന്യരായ കില്ലൂർ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞു, അർഹമുർ റഹീമീനായ റബ്ബേ എല്ലാവർക്കും മുസ്തഫായ തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാഹ്, പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാഹ്. ക്യാൻസർ വന്ന് തൊണ്ടയിലും കാതിലും മൂക്കിലും കിഡ്നിയിലും ആമാശയത്തിലും ചെറുകുടലിൽ വൻകുടലിൽ കണ്ണിന്റെ ലെൻസിൽ പല്ലിന്റെ മോണയിൽ ഗുഹ്യസ്ഥാനങ്ങളിലൊക്കെ ക്യാൻസർ വന്ന് പ്രയാസപ്പെടുന്ന എത്രയോ ക്യാൻസർ രോഗികൾ അർഹമുർ റഹീമീനായ റബ്ബേ പുന്നാര തങ്ങളെ പ്രതീക്ഷിച്ച് തങ്ങളെ മദ്ഹിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ ശിഫ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ വന്ന മുഅ്മിനീങ്ങളാണ്, മുഅ്മിനാത്തുകളാണ്. റബ്ബേ നീ പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാഹ്, പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാഹ്. ഒരാളെയും നീ ആശമുറിഞ്ഞവരാക്കല്ല അല്ലാഹ്. വീടില്ലാത്തവർക്ക് നീ ഖൈറായ വീട് നീ നൽകണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. റബ്ബേ കടമുള്ള ധാരാളം ആളുകളുണ്ട്. റബ്ബേ സർവ്വ കടങ്ങളും വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. കടക്കാരായി ഞങ്ങളെ നീ മൗത്താക്കല്ല അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നീ നൽകണേ അല്ലാഹ്. ഉള്ള ജോലികളിൽ നീ ബറക്കത്ത് എരിയണേ അല്ലാഹ്. റബ്ബേ മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മക്കൾ മുഖേന വഷളാകേണ്ടി വരുന്ന അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ല അല്ലാഹ്. റബ്ബേ ഞങ്ങളെ മക്കൾക്ക് നീ നല്ല അഖ്ൽ ഫഹ്മ് അദബ് തഖ്വ ഇഖ്ലാസ് ഈമാൻ വറഇയത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. മുസ്തഫായ തങ്ങളോടുള്ള മഹബ്ബത്ത് അവരെയും ഞങ്ങളുടെയും ഹൃദയങ്ങളിൽ നീ ഏറ്റി തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറക്കും നീ വിധി കൂട്ടി തരണേ അല്ലാഹ്. മുസ്തഫായ തങ്ങളെ പരിശുദ്ധമായ മദീന കാണാനും
ആ മദീനയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് റബ്ബേ പച്ചക്കുബ്ബയിലേക്ക് നോക്കി മതി വരുവോളം സലാം പറയാ. സാധുക്കളായ അടിയങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബേ പരിശുദ്ധമായ കഅബ കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. കഅബ പിടിച്ച് ചുംബിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അജ്റുൽ അസ്വദ് മുത്തിമണക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ സദസിന്റെ മിസ്ല സവാബ് ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ ഞങ്ങളെ ഉപ്പ ഉമ്മ ഉസ്താദുമാർ മശായിഖന്മാർ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ ബന്ധുമിത്രാദികൾ ഞങ്ങളെ ഇഷ്ടജനങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചവർ അർഹമുർ റഹീമീനായ റബ്ബേ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തികൾ അഭിവന്ദരായ സയ്യിദ് അവരുടെ കുടുംബങ്ങൾ മരണപ്പെട്ടുപോയ അല്ലാഹ് സാദാത്യങ്ങൾ ബീവിമാർ അർഹമുർ റഹീമീനായ റബ്ബേ അവരൊക്കെ ഹളറാത്തുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ദറജകൾ നീ ഉയർത്തണേ അല്ലാഹ്. ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. ഹിസാബില്ലാതെ നീ സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്. ഹൗലുൽ കൗസർ നീ കുടിപ്പിക്കണേ അല്ലാഹ്. വലത് കയ്യിൽ നീ ഏട് നൽകണേ അല്ലാഹ്. അർശിന്റെ തണൽ നീ ഇട്ടുകൊടുക്കണേ അല്ലാഹ്. സിറാത്ത് എന്ന പാലം മിന്നറിയും വേഗത്തിൽ വിട്ടുകടക്കാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. മുത്തായ തങ്ങളെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾക്ക് നീ കണക്കാക്കിയ മരണം ഏത് സമയത്താണ് എങ്കിലും അല്ലാഹ് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചത്തിൽ ഉച്ചരിച്ച് ഒരുപാട് അംബിയ മുർസലീങ്ങൾ ഔലിയാക്കന്മാർ സദാത്യങ്ങൾ ഉലമാക്കൾ ആരിഫീങ്ങൾ അജ്ദാദീങ്ങൾ ജദ്ദാദീങ്ങൾ അർവാഹുകൾ സമ്മേളിക്കുന്ന മജ്ലിസിൽ വെച്ച് റഹ്മത്തുൽ ലിൽ ആലമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട പുഞ്ചിരി തൂകുന്ന മുഖകമലം കണ്ട് മൗത്താകാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ മരണം വെള്ളിയാഴ്ച രാവിലോ തിങ്കളാഴ്ച രാവിലോ നീ ആക്കി തരണേ അല്ലാഹ്. നല്ല സ്ഥലത്ത് വെച്ചാക്കണേ അല്ലാഹ്. നല്ല സമയത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബേ ബഹുവന്യരായ സയ്യിദ് കില്ലൂർ തങ്ങൾ പാപ്പ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. അവിടുത്തെ മനസ്സിലുള്ള മുറാദുകളൊക്കെ മുസ്തഫായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റണേ അല്ലാഹ്. എല്ലാ ശത്രുക്കളെ തൊട്ടും അവരെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. തങ്ങളെ കാവല് നീ അവർക്ക് നീ നൽകണേ അല്ലാഹ്. ഈ കുടുംബത്തിൽ നീ ബറക്കത്തേറ്റി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ഉപ്പ ഉമ്മ സഹോദരി സഹോദരന്മാർ അവരെ ഭാര്യമാർ ഭർത്താക്കന്മാർ കുട്ടികൾ അർഹമുർ റഹീമീനായ റബ്ബേ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ദുആ നീ ഖബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اجعل حبيبك ونبيك سيدنا محمدا صلى الله عليه وسلم راضيا عنا وعن مجلسنا هذا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولجميع أمة سيدنا محمد صلى الله عليه وسلم. اللهم ارحمنا وإياهم برحمتك يا أرحم الراحمين.